അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, രസതന്ത്രം. താഴെ പറയുന്നവയിൽ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4ഉം ശരിയാണ്. അതായത് ഒന്നാമത്തെ, ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ്. 2, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന കണമാണ് ഇലക്ട്രോൺ. 3, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. 4, ഇലക്ട്രോണുകളുടെ ചലനം വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യ താഴെ പറയുന്നവയിൽ ഏതിന് തുല്യമാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രോട്ടോണുകളുടെ എണ്ണം. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് അതിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ജലത്തിൻ്റെ പ്രധാന 3 അവസ്ഥകളിലും അതിൻ്റെ രാസഘടന ഉത്തരം അതേപടിയായി തുടരുന്നു. ജലത്തിൻ്റെ പ്രധാന 3 അവസ്ഥകളിലും അതിൻ്റെ രാസഘടന അതേപടിയായി തുടരുന്നു. ഒരു ഖരവസ്തു നേരിട്ട് നീരാവി അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്തരം ഓപ്ഷൻ ഡി, സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്നാൽ ഒരു ഖരവസ്തു നേരിട്ട് നീരാവി അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അലൂമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ അലൂമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം 8. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഗ്ലാസ് നിർമ്മാണത്തിനും ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ലവണമാണ് ഡാഷ്. ഉത്തരം അലക്കുകാരം. അലക്കുകാരമാണ് ഗ്ലാസ് നിർമ്മാണത്തിനും ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ലവണം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. വിനാഗിരിയുടെ ശാസ്ത്രനാമം എന്ത്? ഉത്തരം എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നാണ് വിനാഗിരിയുടെ ശാസ്ത്രനാമം.